തിരൂരിന്റെ നന്മ തുടരാൻ UDF സാരഥി കുറുക്കോളി മൊയ്തീനെ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ 87 കോടിയുടെ റോഡ് വികസനം, 57 കോടിയുടെ വിദ്യാഭ്യാസ വികസനം, ആദവനാട് ഭിന്നശേഷി പാർക്ക് ഉൾപ്പെടെ 87 കോടിയുടെ സാമൂഹിക രംഗത്തെ ഇടപെടലുകൾ, 37 കോടിയുടെ ആരോഗ്യ വികസനം, 33,000 കുടുംബങ്ങൾക്ക് കുടിവെള്ളം, 300 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കുറുക്കോളി മൊയ്തീനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. UDF അധികാരത്തിൽ വരുമ്പോൾ അതിൽ കുറുക്കോളി ഉണ്ടായിരിക്കുമെന്ന് ഷാഫി പറമ്പിൽ. ജനങ്ങളും സർക്കാരും തമ്മിലുള്ള പോരാട്ടമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. തിരൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടന്ന ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോയിൽ വോട്ടർമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്കിവിടുത്തെ ജനങ്ങളുമായിട്ടാണ് ഡീല്. ആ ഡീലിൽ നമ്മൾ ഉപയോഗിക്കും. കുറുക്കോളിയുടെ സത്യസന്ധതയെ, അദ്ദേഹത്തിന്റെ സാധാരണക്കാരന് നിങ്ങൾ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് 1000 അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF. തിരൂരിന്റെ മണ്ണ് പ്രാതിനിധ്യമില്ലാതെ ഒരിക്കൽ കൂടി വിഖ്യാപിച്ചിട്ടുണ്ട്. താനൂരിലെ ജനങ്ങൾ പുറംപാടുകളുടെ കവിട്ട് പുറത്താക്കുന്ന നടപ്പായത്തിൽ തിരൂരിൽ വന്ന് തടികട കളിക്കുന്നവരെ അറബിക്കടലിലേക്ക് വലിച്ചെറിയാൻ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ കോടിയടയാളത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി. കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന് സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ അതിൽ സത്യവാനും നീതിമാഹമായ തിരൂരിലെ കുറുക്കോളി മൊയ്തീന്റെ പേരുണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടെന്നും ഷാഫി കൂട്ടിച്ചേർത്തു. ഷാഫിയുടെ റോഡ് ഷോയെ അഭിവാദ്യം ചെയ്യാൻ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ വൻ ജനാവലി തടിച്ചുകൂടിയിരുന്നു. പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.